വാർത്തകൾ വിശദമായി. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വോട്ടർമാരെ ആകർഷിക്കുന്ന പദ്ധതികൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാരിന്റെ പൊതു ബജറ്റ്. ആദായ നികുതി പരിധി 2.5 ലക്ഷത്തിൽ നിന്നും 5 ലക്ഷമായി ഉയർത്തി. 40,000 രൂപ വരെയുള്ള ബാങ്ക്, പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങൾക്കും നികുതി ഇളവ്. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായി പെൻഷൻ പദ്ധതിയും പ്രഖ്യാപിച്ചു. 4 മാസത്തിന് ശേഷം പുതിയ ബജറ്റ് വരാനിരിക്കെയാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയാണ് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. 4 മാസത്തിനു ശേഷം പുതിയ സർക്കാർ അധികാരമേൽക്കാനിരിക്കെ ഇടക്കാല ബഡ്ജറ്റിൽ കയ്യടി നേടാനുള്ള പദ്ധതികൾ അവതരിപ്പിച്ച കേന്ദ്ര സർക്കാർ 2.5 ലക്ഷം രൂപയായിരുന്ന വ്യക്തിഗത ആദായ നികുതി പരിധി 5 ലക്ഷമായി ഉയർത്തി. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 രൂപയായും ഉയർത്തിയതോടെ PF മ്യൂച്വൽ ഫണ്ട് നിക്ഷേപമുള്ളവർക്ക് 6 ലക്ഷം രൂപ നികുതി ഇളവ് ലഭിക്കും. 3 കോടിയോളം വരുന്ന മധ്യവർഗ കുടുംബങ്ങളെ കയ്യിലെടുക്കാനാണ് നീക്കം. 40,000 രൂപ വരെയുള്ള ബാങ്ക്, പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങൾക്കും നികുതി ഇളവ് മന്ത്രി പീയൂഷ് ഗോയൽ പ്രഖ്യാപിച്ചു. Persons having even higher income will not have to pay any tax. This will provide tax benefit of 18,500 crore rupees to an estimated 3 crore middle class taxpayers. Standard deduction is being raised from the current 40,000 to rupees 50,000. TDS threshold on interest earned on bank or post office deposits is being raised from 10,000 to 40,000 rupees. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായി മെഗാ പെൻഷൻ സ്കീം അവതരിപ്പിച്ചു. 15,000 രൂപ വരെ മാസവരുമാനമുള്ളവർക്ക് 60 വയസ്സ് കഴിഞ്ഞാൽ 3,000 രൂപ വരെ പെൻഷൻ ലഭിക്കും. പ്രതിമാസം 100 രൂപ വിഹിതമായി അടയ്ക്കണം. BJP ഭരിക്കുന്ന വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രഖ്യാപിക്കുന്ന ഗോസംരക്ഷണ പദ്ധതിയും ഇത്തവണ ആദ്യമായി കേന്ദ്ര പൊതുബഡ്ജറ്റിൽ മോദി സർക്കാർ കൊണ്ടുവന്നു. പ്രളയത്തിൽ തകർന്ന കേരളത്തിന് ആദ്യഘട്ടത്തിൽ 600 കോടി മാത്രം അനുവദിച്ച കേന്ദ്ര സർക്കാർ വർഗീയ ലക്ഷ്യത്തോടെ ഗോസംരക്ഷണത്തിനായി 750 കോടി രൂപയാണ് ബഡ്ജറ്റിൽ വകയിരുത്തിയത്. പ്രതിരോധ ബഡ്ജറ്റ് 3 ലക്ഷം കോടി രൂപ കവിഞ്ഞു. ഒൺ റാങ്ക് ഒൺ പെൻഷൻ പദ്ധതിക്കായി 35,000 കോടി രൂപ മാറ്റിവച്ചു. അടുത്ത 10 വർഷത്തേക്കുള്ള മോദിയുടെ വിഷൻ എന്ന പേരിൽ 10 പ്രഖ്യാപനങ്ങളും ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയ പീയൂഷ് ഗോയൽ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയ്ക്ക് സമാനമാക്കി ബഡ്ജറ്റ് പ്രസംഗത്തെ മാറ്റിയെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ദില്ലി. വാർത്തകൾ തുടരുന്നു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വോട്ടർമാരെ ആകർഷിക്കുന്ന പദ്ധതികൾ പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാരിന്റെ പൊതു ബജറ്റ്. ആദായ നികുതി പരിധി 2.5 ലക്ഷത്തിൽ നിന്നും 5 ലക്ഷമായി ഉയർത്തി. 40,000 രൂപ വരെയുള്ള ബാങ്ക്, പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങൾക്കും നികുതി ഇളവ്. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായി പെൻഷൻ പദ്ധതിയും പ്രഖ്യാപിച്ചു. 4 മാസത്തിന് ശേഷം പുതിയ ബജറ്റ് വരാനിരിക്കെയാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയാണ് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. 4 മാസത്തിനു ശേഷം പുതിയ സർക്കാർ അധികാരമേൽക്കാനിരിക്കെ ഇടക്കാല ബഡ്ജറ്റിൽ കയ്യടി നേടാനുള്ള പദ്ധതികൾ അവതരിപ്പിച്ച കേന്ദ്ര സർക്കാർ 2.5 ലക്ഷം രൂപയായിരുന്ന വ്യക്തിഗത ആദായ നികുതി പരിധി 5 ലക്ഷമായി ഉയർത്തി. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 രൂപയായും ഉയർത്തിയതോടെ PF മ്യൂച്വൽ ഫണ്ട് നിക്ഷേപമുള്ളവർക്ക് 6 ലക്ഷം രൂപ നികുതി ഇളവ് ലഭിക്കും. 3 കോടിയോളം വരുന്ന മധ്യവർഗ കുടുംബങ്ങളെ കയ്യിലെടുക്കാനാണ് നീക്കം. 40,000 രൂപ വരെയുള്ള ബാങ്ക്, പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങൾക്കും നികുതി ഇളവ് മന്ത്രി പീയൂഷ് ഗോയൽ പ്രഖ്യാപിച്ചു. Persons having even higher income will not have to pay any tax. This will provide tax benefit of 18,500 crore rupees to an estimated 3 crore middle class taxpayers. Standard deduction is being raised from the current 40,000 to rupees 50,000. TDS threshold on interest earned on bank or post office deposits is being raised from 10,000 to 40,000 rupees. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായി മെഗാ പെൻഷൻ സ്കീം അവതരിപ്പിച്ചു. 15,000 രൂപ വരെ മാസവരുമാനമുള്ളവർക്ക് 60 വയസ്സ് കഴിഞ്ഞാൽ 3,000 രൂപ വരെ പെൻഷൻ ലഭിക്കും. പ്രതിമാസം 100 രൂപ വിഹിതമായി അടയ്ക്കണം. BJP ഭരിക്കുന്ന വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രഖ്യാപിക്കുന്ന ഗോസംരക്ഷണ പദ്ധതിയും ഇത്തവണ ആദ്യമായി കേന്ദ്ര പൊതുബഡ്ജറ്റിൽ മോദി സർക്കാർ കൊണ്ടുവന്നു. പ്രളയത്തിൽ തകർന്ന കേരളത്തിന് ആദ്യഘട്ടത്തിൽ 600 കോടി മാത്രം അനുവദിച്ച കേന്ദ്ര സർക്കാർ വർഗീയ ലക്ഷ്യത്തോടെ ഗോസംരക്ഷണത്തിനായി 750 കോടി രൂപയാണ് ബഡ്ജറ്റിൽ വകയിരുത്തിയത്. പ്രതിരോധ ബഡ്ജറ്റ് 3 ലക്ഷം കോടി രൂപ കവിഞ്ഞു. ഒൺ റാങ്ക് ഒൺ പെൻഷൻ പദ്ധതിക്കായി 35,000 കോടി രൂപ മാറ്റിവച്ചു.
അടുത്ത 10 വർഷത്തേക്കുള്ള മോദിയുടെ വിഷൻ എന്ന പേരിൽ 10 പ്രഖ്യാപനങ്ങളും ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയ പീയൂഷ് ഗോയൽ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയ്ക്ക് സമാനമാക്കി ബഡ്ജറ്റ് പ്രസംഗത്തെ മാറ്റിയെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ദില്ലി. കേന്ദ്ര ബജറ്റിലെ കേരളത്തോടുള്ള അവഗണന ഇത്തവണയും തുടർന്നു. നികുതി വിഹിതത്തിൽ പ്രതിവർഷമുണ്ടാകുന്ന വർധനവ് മാത്രമാണ് ഉണ്ടായത്. എയിംസ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളും കേന്ദ്ര സർക്കാർ പരിഗണിച്ചില്ല. ബോർഡുകൾക്ക് നൽകിയ ഫണ്ടുകളും വർഷം തോറും നീക്കിവെക്കുന്നത് മാത്രം. പൊതുതെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയ ബജറ്റായിട്ട് പോലും കേരളത്തിന് ഇത്തവണയും കാര്യമായ പരിഗണന കേന്ദ്ര ബജറ്റിൽ ലഭിച്ചില്ല. വൻ പദ്ധതികൾ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിന് പ്രത്യേകമായി അവകാശപ്പെടാൻ ഒരു പദ്ധതിയുമില്ല. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നിന്നും അധികമായി 2076.97 കോടി രൂപയുടെ വർധനവാണ് കേരളത്തിന് നികുതി വിഹിതത്തിൽ ഉണ്ടായത്. എന്നാൽ ഇത് പ്രതിവർഷമുണ്ടാകുന്ന വർധനവ് മാത്രമാണ്. ഹരിയാനയ്ക്ക് മുൻപ് എയിംസ് ആവശ്യം ഉന്നയിച്ചത് കേരളമായിരുന്നു. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ BJPക്കുണ്ടായ വിജയമാണ് ഹരിയാനയ്ക്ക് എയിംസ് അനുവദിച്ചതിലെ മാനദണ്ഡം. ഫാക്ടിനും IREക്കും 1 രൂപ പോലും അനുവദിച്ചില്ല. വിവിധ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ച തുക ഇങ്ങനെ: ISRO തിരുവനന്തപുരം 367 കോടി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് 80 കോടി, കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് 46.7 കോടി, കൊച്ചിൻ ഷിപ്പ്യാർഡ് 660 കോടി, റബ്ബർ ബോർഡ് 170 കോടി, സ്പൈസസ് ബോർഡ് 100 കോടി, കശുവണ്ടി വികസന കൌൺസിൽ 1 കോടി, ടീ ബോർഡ് 150 കോടി, കോഫി ബോർഡ് 200 കോടി, സമുദ്രോൽപ്പന്ന കയറ്റുമതിക്ക് 90 കോടി. എന്നാൽ അനുവദിച്ച ഈ ഫണ്ടുകളാവട്ടെ വർഷാവർഷമുള്ള ബോർഡുകളുടെ പ്രവൃത്തികൾക്ക് മാത്രമേ തികയൂ. റെയിൽവേക്കായി 6000 കോടിയിലേറെ വകയിരുത്തിയതിൽ കേരളത്തിന്റെ നിരന്തരാവശ്യമായ കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി ഉൾപ്പെടെയുള്ളവയ്ക്ക് എത്ര ധനസഹായം ലഭിക്കുമെന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. നികുതി വിഹിതത്തിലെ വർധനവ് കാലോചിതം മാത്രമാണ്. അതിനാൽ തന്നെ കേന്ദ്ര സർക്കാർ കേരളത്തോട് തുടരുന്ന അവഗണന വീണ്ടും വ്യക്തമാക്കുന്നതാണ് ഇത്തവണ അവതരിപ്പിച്ച ഇടക്കാല ബജറ്റ്. ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം ശരത് കെ ശശി, ന്യൂസ് ബ്യൂറോ, ദില്ലി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സംസ്ഥാനത്തെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. ആകെ 2,54,08,711 സമ്മതിദായകർ. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത്. 30,47,923 പേർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കേണ്ട അവസാന തീയതിക്ക് തലേന്ന് വരെ ഇനി പട്ടികയിൽ പേര് ചേർക്കാമെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ ടിക്കാറാം മീണ വ്യക്തമാക്കി. കഴിഞ്ഞ നവംബർ 15 വരെ പേര് ചേർക്കാൻ അപേക്ഷിച്ചവരിൽ നിന്ന് 3,43,218 പേരെ ഉൾപ്പെടുത്തിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള സംസ്ഥാന വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത്. ആകെ 2,55,8,711 സമ്മതിദായകർ. ഇതിൽ 1,31,11,189 സ്ത്രീ വോട്ടർമാരും 1,22,97,403 പുരുഷന്മാരും ഉൾപ്പെടുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കേണ്ട അവസാന തീയതിക്ക് തലേന്ന് വരെ വോട്ടർ പട്ടികയിൽ ഇനിയും പേര് ചേർക്കാമെന്നും ചീഫ് ഇലക്ടറൽ ഓഫീസർ ടിക്കാറാം മീണ വ്യക്തമാക്കി. പേരില്ലെങ്കിൽ അപ്ലൈ ചെയ്യാം. ഈ ഫൈനൽ ലിസ്റ്റ് പബ്ലിഷ് കഴിച്ചു. അതിൻ്റെ താല്പര്യം, അതിൻ്റെ അർത്ഥം ഇത് ഈ പരിപാടി ഇപ്പോൾ നിർത്തിവെച്ചു എന്നില്ല. ദിസ് പ്രോസസ് ഓഫ് രജിസ്ട്രേഷൻ ഓഫ് എലിജിബിൾ വോട്ടേഴ്സ് ഷാൽ കണ്ടിന്യൂ ടിൽ ദ ലാസ്റ്റ് ഡേറ്റ് ഓഫ് വിഡ്രോൾ ഓഫ് ദി നോമിനേഷൻസ്. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത്. 30,47,923 പേർ. NRI വോട്ടർമാരുടെ എണ്ണത്തിലും ഗണ്യമായ വർധനവുണ്ട്. കഴിഞ്ഞ തവണ 23,910 വോട്ടർമാരായിരുന്നത് ഇത്തവണ 66,584 പേരായിട്ടാണ് ഉയർന്നത്. കോഴിക്കോട് ജില്ലയിലാണ് കൂടുതൽ പ്രവാസി വോട്ടർമാരുള്ളത്. 22,241 പേർ. ആദ്യമായി സമ്മതിദാനാവകാശം നേടിയവർ 2,61,780 പേരാണ്. മലപ്പുറം ജില്ലയിലാണ് കന്നി വോട്ടർമാർ കൂടുതലുള്ളത്. 46,700 പേർ. 119 ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ളവരും സമ്മതിദാനാവകാശം നേടി. കഴിഞ്ഞ തവണ 18 പേർ മാത്രമായിരുന്നു ഇവരിൽ വോട്ടവകാശമുണ്ടായിരുന്നവർ. മരണപ്പെട്ടവർ, ഇരട്ടിപ്പിക്കൽ, ഡ്യൂപ്ലിക്കേറ്റ് എന്നിവയുൾപ്പെടെ 1,15,000 പേരെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് 24,970 പോളിംഗ് ബൂത്തുകളാണ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഉണ്ടാകുക. പുതിയ പ്രശ്നബാധിത ബൂത്തുകളുടെ എണ്ണം പോലീസ് ശേഖരിക്കുകയാണെന്നും ചീഫ് ഇലക്ടറൽ ഓഫീസർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. 5 നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവികളുടെ പശ്ചാത്തലത്തിൽ കർഷകരെ കയ്യിലെടുക്കാൻ ബജറ്റിൽ കിസാൻ പദ്ധതികൾ ഉൾപ്പെടുത്തി. കേന്ദ്ര സർക്കാർ വർഷം തോറും കർഷകർക്ക് 6,000 രൂപ നൽകും. 2 ഹെക്ടർ വരെ ഭൂമിയുള്ള കർഷകർക്കാണ് സഹായം. കാർഷിക വായ്പകൾ എഴുതിത്തള്ളണം എന്ന ആവശ്യം വീണ്ടും കേന്ദ്ര സർക്കാർ തള്ളി. കർഷകർക്ക് തുച്ഛവിലയിട്ട് മോദി സർക്കാർ അപമാനിച്ചെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്ന പേരിലാണ് വാർഷിക സാമ്പത്തിക സഹായം മന്ത്രി പീയൂഷ് ഗോയൽ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത്. 2 ഹെക്ടർ ഭൂമിയുള്ള കർഷകർക്ക് 3 ഗഡുക്കളായി 6,000 രൂപ ബാങ്ക് അക്കൗണ്ട് വഴി നേരിട്ട് നിക്ഷേപിക്കും. മുൻകാല പ്രാബല്യത്തോടെ പ്രഖ്യാപിച്ച പദ്ധതിയുടെ മുഴുവൻ ബാധ്യതയും കേന്ദ്ര സർക്കാർ വഹിക്കുമെന്നും പീയൂഷ് ഗോയൽ അറിയിച്ചു.
ഇതിനായി ബഡ്ജറ്റിൽ 75,000 കോടി രൂപ വകയിരുത്തി. 12 കോടി കർഷക കുടുംബങ്ങൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കും. 2 हेक्टेयर तक की जमीन को उन सभी को सीधा उनके इनकम में सपोर्ट, डायरेक्ट इनकम सपोर्ट 6,000 रुपए प्रति वर्ष के हिसाब से देने. This income support will be transferred directly into the bank accounts of beneficiary farmers in 3 equal installments of rupees 2,000 each. This program will be funded 100% by the government of India. എന്നാൽ മാസം കണക്കാക്കിയാൽ 500 രൂപയും ദിനംപ്രതി 17 രൂപയും മാത്രമാണ് ഇതുവഴി കർഷകർക്കായി കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. 6,000 रुपए सालाना देंगे. 6,000 मीन्स हर महीना 500 रुपए, हर महीना 500 रुपए. अब सिर्फ 2,000 रुपए देंगे इस साल. तो ये इलेक्शन में वो पैसे बांट रहे हैं कि किसानों को खुश करने के लिए. ഇത് ജനങ്ങളെ യഥാർത്ഥത്തിൽ കബളിപ്പിക്കുന്ന ഒന്നാണ്. കാരണം വാഗ്ദാനങ്ങൾ ധാരാളം നൽകാം. കർഷകർക്ക് 11.68 കോടി രൂപയുടെ വായ്പ ലഭ്യമാക്കും. കൃത്യസമയത്ത് വായ്പ തിരിച്ചടയ്ക്കുന്നവർക്ക് 3% പലിശ ഇളവ്. അതേസമയം കർഷകാത്മഹത്യകൾക്കിടയാക്കിയ കാർഷിക കടങ്ങൾ സംബന്ധിച്ച് ബഡ്ജറ്റ് മൗനം പാലിക്കുന്നു. കാർഷിക കടങ്ങൾ എഴുതിത്തള്ളണമെന്ന ആവശ്യവും അംഗീകരിച്ചിട്ടില്ല. നോട്ടുമാറ്റത്തിലും GSTയിലും തകർന്നുപോയ കർഷകരെയും ചെറുകിട കച്ചവടക്കാരെയും കയ്യിലെടുക്കാനുള്ള നീക്കമാണ് പീയൂഷ് ഗോയൽ ബഡ്ജറ്റിലുടനീളം നടത്തിയത്. പക്ഷേ അവരുടെ പ്രധാന ആവശ്യങ്ങളെല്ലാം നിരാകരിക്കുകയും ചെയ്തു. ഡൽഹിയിൽ നിന്നും സന്തോഷ് സർലിംഗ്. ഇടവേള. വാർത്തകൾ തുടരുന്നു. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പട്ടികയെ ചൊല്ലി തർക്കം തുടരുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ദുരിതബാധിതരുടെ നേതൃത്വവും സർക്കാരും തമ്മിൽ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. 1905 പേരെ പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്ന് സമരസമിതിയുടെ ആവശ്യം. എന്നാൽ മാനദണ്ഡങ്ങൾ പാലിച്ച് മാത്രമേ ഇതിൽ തീരുമാനം എടുക്കാനാവൂ എന്നാണ് സർക്കാരിന്റെ നിലപാട്. എൻഡോസൾഫാൻ ദുരിതബാധിതരോട് സർക്കാർ മുഖം തിരിക്കുന്നു എന്നാരോപിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ചികിത്സാ മാനദണ്ഡങ്ങൾ അനുസരിച്ച് എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പട്ടിക തയ്യാറാക്കിയപ്പോൾ 374 പേരായി പട്ടിക ചുരുങ്ങി. ദുരിതം നേരിട്ട 1905 പേരെയും ഉൾപ്പെടുത്തണമെന്നാണ് സമരസമിതിയുടെ ആവശ്യം. ഇക്കാര്യം ഉന്നയിച്ചാണ് അവർ സമരത്തിനിറങ്ങിയത്. സമരം നടത്തുന്നവരുമായി റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ, ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചർ എന്നിവർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. സമരം തുടരുമെന്ന് സമരസമിതി അറിയിച്ചു. പട്ടിക വീണ്ടും പരിശോധിക്കാൻ തയ്യാറാണെന്ന് മന്ത്രിമാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആദ്യം തന്ന ലിസ്റ്റിൽ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് പരിശോധിച്ചാണ് തയ്യാറാക്കിയിരിക്കുന്ന ലിസ്റ്റ്. അതിലവർക്ക് ആക്ഷേപമുള്ള സാഹചര്യത്തിൽ 1905 ഒരിക്കൽ പുനഃപരിശോധന നടത്തി ഇനി വീണ്ടും വേണമെങ്കിൽ പുനഃപരിശോധനയ്ക്ക് തയ്യാറാണ് എന്ന് നമ്മൾ പറഞ്ഞിരിക്കുകയാണ്. എൻഡോസൾഫാൻ ദുരിതബാധിതരോട് സർക്കാർ നിഷേധാത്മക സമീപനം പുലർത്തുന്നു എന്നാരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു. നിലവിൽ അംഗീകരിച്ച പട്ടിക പ്രകാരം 6,212 പേരാണ് ദുരിതബാധിതർ. അവർക്ക് 161 കോടി 65 ലക്ഷം രൂപ വിവിധ സന്ദർഭങ്ങളിലായി നഷ്ടപരിഹാര തുക അനുവദിച്ചതായി മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. മൊറട്ടോറിയം 6 മാസം കൂടി നീട്ടി. ജപ്തി നടപടി നിർത്തിവെച്ചു. പട്ടിക തയ്യാറാക്കുന്ന ദിവസം ഹർത്താൽ കാരണം ഒരുപാട് പേർക്ക് എത്താൻ കഴിഞ്ഞില്ല. ഇതാണ് പട്ടിക ചുരുങ്ങാൻ കാരണമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ തൃപ്തരാവാത്ത പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മകരവിളക്ക് കത്തിക്കുന്നതാണെന്ന പരാമർശവുമായി BJP MLA ഒ രാജഗോപാൽ. മലയാളികൾക്ക് മകരവിളക്ക് തെളിയിക്കാൻ അവസരം നൽകണം എന്നാവശ്യപ്പെട്ട് അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിലാണ് ഒ രാജഗോപാലിന്റെ വിവാദ പരാമർശം. ശബരിമലയിലെ മണ്ഡല മഹോത്സവത്തോടനുബന്ധിച്ച് പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് സ്വയം തെളിയുന്നു. കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ വിശ്വാസമാണിത്. എന്നാൽ ഇന്ന് നിയമസഭയിലെ ശ്രദ്ധ ക്ഷണിക്കൽ അവതരിപ്പിച്ചുകൊണ്ട് സഭയിലെ ഏക BJP അംഗം ഒ രാജഗോപാൽ പറഞ്ഞതിങ്ങനെ: ശബരിമലയിലെ മകരവിളക്ക് എന്നുള്ളതായ ഒരു ഉത്സവ പരിപാടിയുണ്ട്. ആ പരിപാടി ഒരു ചടങ്ങ്, അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങായിട്ടുള്ളത് വിളക്ക് തെളിയിക്കുക എന്നുള്ള കാര്യമാണ്. അതിനെപ്പറ്റി സങ്കല്പങ്ങൾ പലർക്കും പലതും ഉണ്ടാവായിരിക്കും. നടക്കുന്ന കാര്യം അത് ചില ആൾക്കാർ കൊളുത്തുന്നു. നിർഭാഗ്യവശാൽ സംഭവിച്ചിട്ടുള്ള കാര്യം ഇത് അവിടെ പരമ്പരാഗതമായി ജീവിച്ചു വരുന്നതായിട്ടുള്ള വനങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് വളരെ കാലമായി ചെയ്യുന്നു. അതിന് ലഭ്യതയൊന്നുമില്ല. എന്നാൽ അയ്യപ്പ വിശ്വാസികൾ ഒ രാജഗോപാൽ പറയും പോലെ അല്ലല്ലോ വിശ്വസിക്കുന്നതെന്ന് മന്ത്രി AK ബാലൻ ചോദിച്ചു. ആദ്യമായിട്ടാണ് ഔപചാരികമായി മകരവിളക്കാരാണ് തെളിയിക്കുന്നത് എന്ന് ഈ സഭയിൽ വരുന്നത്. ഇതുവരെ നമ്മളെല്ലാം കാത്തു സൂക്ഷിച്ച ഒരു രഹസ്യമുണ്ട്. വസ്തു എന്തോ ആയിക്കോട്ടെ, അത് ഔപചാരികമായിട്ട് വെളിപ്പെടുത്താൻ പോവാണ് നമ്മൾ.
മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് വിളക്ക് തെളിയിക്കുന്ന ചടങ്ങിൽ മലയരയർക്ക് പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്ന കാര്യത്തിൽ സർക്കാർ ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കി. മകരവിളക്കുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ പലവിധ ചർച്ചകൾ വന്നിട്ടുണ്ടെങ്കിലും ഇതാദ്യമായിട്ടാണ് ഒരു BJP നേതാവ് തന്നെ മകരവിളക്ക് മനുഷ്യനിർമ്മിതമാണെന്ന് പറയുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഖനന വിരുദ്ധ സമരം നടക്കുന്ന ആലപ്പാട് താൻ സന്ദർശിക്കുമെന്ന് വ്യവസായ മന്ത്രി EP ജയരാജൻ. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കും. ഖനനം നടത്തിയ ശേഷം ഭൂമി ഉടമസ്ഥന് തിരിച്ചു നൽകുമെന്നും മന്ത്രി. സമരത്തിന് പിന്നിൽ നാടിന്റെ പുരോഗതിക്ക് തുരങ്കം വയ്ക്കുന്ന ശക്തികളാണെന്ന് മന്ത്രി EP ജയരാജൻ ആവർത്തിച്ചു. കരുനാഗപ്പള്ളി MLA R രാമചന്ദ്രൻ നായർ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായിരുന്നു മന്ത്രിയുടെ ഈ പരാമർശം. തലസ്ഥാന നഗരിയിൽ ഏറ്റവും ദൈർഘ്യമേറിയ സമ്മാന നറുക്കെടുപ്പായ ട്രാവൻകൂർ റാഫിളിന്റെ മെഗാ ഡ്രോ നറുക്കെടുപ്പ് മാളിൽ വെച്ച് നടന്നു. സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ നറുക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ്, കോർപ്പറേറ്റ് ഹെഡ് KP നാരായണൻ, മാൾ സെന്റർ ഹെഡ് പരി സുഹാസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. 2018 ഏപ്രിൽ 30 ആരംഭിച്ച റാഫിൾ മെഗാ ഡ്രോയിൽ അപ്പാർട്ട്മെന്റുകൾ, കാർ, ബൈക്കുകൾ എന്നിവയാണ് സമ്മാനങ്ങൾ.